www.huburrasool.net. വക്കാലത്ത് കൊടുക്കാനും വാങ്ങാനും വക്കാലത്ത് പറ്റുമോ എന്നതാണ്. സക്കാത്ത് കൊടുക്കാൻ വക്കാലത്താക്കാം. നമ്മൾ പറഞ്ഞു സക്കാത്ത് കൊടുക്കുന്നതിന് വക്കാലത്താക്കാവും. വക്കാലത്തിന് അർഹരായ ആളുകളെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കാവും. സക്കാത്ത് വാങ്ങാൻ വേണ്ടി വക്കാലത്താക്കാൻ പറ്റുമോ? സക്കാത്ത് വാങ്ങാൻ വേണ്ടി വക്കാലത്താക്കുക, അർഹർക്ക് സക്കാത്ത് വാങ്ങാൻ വേണ്ടി വക്കാലത്താക്കാവുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങനെ ചില ആളുകൾ, നമ്മുടെ ഇവിടെ നിന്ന് പോയി ജോലിക്ക് ചേരുന്ന ആളുകൾ അങ്ങനെ ഒരു കുറുക്കുവഴിയെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അതായത് ഇവിടെയുള്ള ആൾക്ക് വിദേശത്ത് സക്കാത്ത് വാങ്ങാൻ പറ്റുകയില്ല, ഇവിടെയുള്ള ആൾക്ക്, കേരളത്തിലുള്ള ഒരാൾക്ക് വിദേശത്ത് സക്കാത്ത് വാങ്ങാൻ പറ്റുകയില്ല. തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവിടെ വ്യാപാരമോ വ്യവസായമോ നടത്തിക്കൊണ്ടിരിക്കണം, അതിന്റെ സക്കാത്ത് തനിക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുകയില്ല, അവിടെ നിന്ന് അയച്ചു തരാൻ പറ്റുകയില്ല. ഇതാണ് ശാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, സക്കാത്തിന് നഖ്ല് പാടില്ല എന്നതാണ്. അപ്പൊ പിന്നെന്തിന്റെ മാർഗം? അവിടെയുള്ള ഏതെങ്കിലും ഒരാളെ ബന്ധുവിനെ വക്കാലത്താക്കുക, നീ എനിക്ക് വേണ്ടി അവിടെ സക്കാത്ത് വാങ്ങണമെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെയുള്ള സക്കാത്തിന് ഇവിടെയുള്ള ആൾക്ക് അവകാശമില്ല. അവകാശമില്ലാത്ത ഒരു സക്കാത്തിന് എങ്ങനെയാണ് നമ്മൾ വക്കാലത്താക്കുക? നിങ്ങൾ നോക്കൂ, ഇവിടെ ബിഗ്യത്തുൽ മുസ്തർശിദീൻ എന്ന മഹത്തായ ഫിഖ് ഗ്രന്ഥം, ബിഗ്യത്തുൽ മുസ്തർശിദീനിൽ മുസ്തർശിദീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫ് അബ്ദുറഹ്മാൻ ഇബ്നു മുഹമ്മദ് ബാഅലവി തങ്ങൾ അവர்கள் പറയുന്നു, മഹാനബിയുടെ ബിഗിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവർ പറയുന്നു, സക്കാത്ത് നഖൽ ചെയ്യാൻ പാടില്ല എന്നതാണല്ലോ പ്രബലമായ അഭിപ്രായം, സർവാംഗീകൃതമായ അഭിപ്രായം. അത് നമ്മൾ സ്വീകരിച്ചാൽ ലം യഖതി തൗക്കീൽ മുസ്തഹിഖിൻ വായിദിൻ മൻ യഖ്ബലുഹാ ലഹു ഫീ ബലദിഹാ. ലം യഖതി തൗക്കീൽ മുസ്തഹിഖിൻ വായിദിൻ, മറഞ്ഞ ഒരു അവകാശി, ആ നാട്ടിലില്ലാതെ വേറൊരു നാട്ടിലുള്ള ഒരു അവകാശി, ആ അവകാശി വക്കാലത്താക്കാൻ പറ്റുകയില്ല. മൻ യഖ്ബലുഹാ ലഹു, തനിക്ക് വേണ്ടി അത് വാങ്ങുന്നവനെ ഫീ ബലദിഹാ, സക്കാത്ത് കൊടുക്കുന്ന നാട്ടിൽ, യുഎഇയിൽ സക്കാത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ സൗദിയിൽ സക്കാത്ത് കൊടുക്കുന്നു, ആ സക്കാത്ത് വാങ്ങാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കുന്നു. ആര്? ഇവിടെയുള്ള ആൾ പറ്റില്ല. അലല്ലർജ്, അതാണ് പ്രബലമായ അഭിപ്രായം. മാത്രമല്ല ഇബ്നു ഹജർ ഫീ ഫത്താവാഹു, ഇബ്നു ഹജർ തങ്ങൾ അങ്ങോരുടെ ഫത്താവയിൽ കുബ്രയിൽ അത് പാടില്ല, കൊടുത്താൽ സകാത്ത് വീടുകയില്ല, സഹിയാവുകയില്ല എന്ന അഭിപ്രായത്തെ റാജിഹാക്കിയിട്ടുണ്ട്. അതാണ് പ്രബലമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സക്കാത്ത് അങ്ങനെ വക്കാലത്താക്കാമെന്നൊരു അഭിപ്രായമുണ്ടെങ്കിൽ അത് ദുർബലമായ അഭിപ്രായമാണ്, അത് നമുക്ക് സ്വീകരിക്കാവുന്നതല്ല. ഇബ്നു ഹജർ തങ്ങൾ ഫത്താവയിൽ റാജിഹ് എന്ന് പറഞ്ഞതും ബിഗ്യത്തുൽ മുസ്തർശിദിൽ അർജിഹ് എന്ന് പറഞ്ഞതുമായിട്ടുള്ള അഭിപ്രായ പ്രകാരം അങ്ങനെ വക്കാലത്താക്കാൻ പറ്റുകയില്ല എന്ന് പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതാകുന്നു. www